ചങ്ങായിമാരെ, അപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ചായക്കടകൾ കാര്യങ്ങളൊന്നും ഇനി കാണില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഗ്യാസ് സിലിണ്ടറൊക്കെ കിട്ടാത്തതിൻ്റെ പ്രശ്നം ഇപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഇനിയിപ്പം ഓൾറെഡി ഉള്ള ബുക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഹോട്ടലുകാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര സിലിണ്ടർ വേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരുപാട് പാചകം ചെയ്യേണ്ടതായതുകൊണ്ട് അതൊന്നും ഇനിയിപ്പം നോക്കണ്ട. എന്താ പറയണ്ട, ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ ഓരോ വഴിക്കേക്ക് പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഷട്ടറിട്ട് പൂട്ടിക്കിടക്കുന്നതൊക്കെ ചായക്കടകളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫുള്ള് ചായക്കടകൾ തന്നെയായിരിക്കും. അപ്പോൾ ഇനിയുള്ള ചായക്കടകൾ കാര്യങ്ങളൊക്കെ അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ റോക്കറ്റ് സ്റ്റൗ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ബുക്ക് ചെയ്യുന്നതിന് തന്നെ നല്ല പൈസ ഉണ്ട്, കൊണ്ടുവരാനും വല്ലാത്ത പൈസയുണ്ട്. അപ്പോൾ വിറകടുപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, നല്ലപോലെ പിന്നെ ഫുഡാക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡിനും കാര്യങ്ങൾക്കും ചായക്കും കടികൾക്കും അതുപോലെ മറ്റ് ഭക്ഷണങ്ങൾക്കെല്ലാം പൈസ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറുക. ചെറിയ പൈസയും കൊണ്ടൊന്നും ഇനിയിപ്പോൾ പോകാൻ നടക്കില്ല. കാരണം എല്ലാ എണ്ണക്കടികൾക്കെല്ലാം പൈസ കൂട്ടി, മറ്റുള്ള പൊറോട്ടക്കെല്ലാം ഇരട്ടി പൈസയിലാക്കി. അപ്പോൾ ഞാൻ ഇന്നലെയും ഇന്നും മിഞ്ഞാന്നുമായിട്ട് കഴിച്ചാൽ എനിക്ക് അതിൻ്റെ മാറ്റം തോന്നി. അപ്പോൾ ഇന്നലെ പിന്നെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ഫോണിൻ്റെ സൗണ്ടിനൊക്കെ അവരുടെ കുറച്ച് കംപ്ലൈൻറ്റ് ഇല്ലുണ്ട്, ശരിക്കും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫോൺ വാങ്ങിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നിങ്ങൾ ചായക്കടയിലൊക്കെ കയറുകയാണെങ്കിൽ വില കൂട്ടിയ വിവരം എന്തായാലും അറിയണം. കാരണം എന്ന് വെച്ചാൽ പിന്നെ പോയിട്ട് ഇത്ര ഉണ്ടായിട്ടില്ലല്ലോ ചായക്കും കടിക്കുന്നൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ സിലിണ്ടർ ലഭ്യത കുറവുണ്ട്, പിന്നെ ഇതിന് ഒക്കെ പൈസ കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും പിന്നെ ഇത് വില കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതാണ് കുഴപ്പമില്ല. ഇത് വായിൽ വെക്കാൻ കൊള്ളാത്ത സാധനങ്ങൾക്കൊക്കെ ഇത്ര പൈസയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യേണ്ടത്? നല്ല നല്ല ഹോട്ടലുകളൊക്കെയാണ് പൂട്ടിക്കിടക്കുന്നത്. നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളൊക്കെ പൂട്ടിയിട്ട് പോവുകയും ചെയ്ത് അവിടെയുള്ള തൊഴിലാളികളൊക്കെ മൊത്തം പിന്നെ എന്താ പറയണ്ടേ, അതിഥി തൊഴിലാളികൾ അധികം ഹോട്ടലുണ്ടാവുക, അവരൊക്കെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. കാരണം ഇതില്ലാണ്ട് നടക്കില്ലല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ പോകുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ പൈസക്കൊന്നും ഇനിയിപ്പം ചായയും കടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇനിയിപ്പം ഗ്യാസിൻ്റെ ലഭ്യത വീണ്ടും പഴയ പോലെ തന്നെ കിട്ടാൻ തുടങ്ങിയാൽ തന്നെ ഈ ചായൻ്റെ കടീൻ്റെയും പൈസ കുറക്കുക. അതുമില്ല. കിട്ടുന്ന അവസരത്തിൽ എല്ലാവരും കൂട്ടാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ എന്താ പറയണ്ടേ, വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് പകുതിയാക്കി. അതിൻ്റെ ഫുള്ള് പൈസ കൊടുക്കും വേണം, പകുതി സിലിണ്ടറും പകുതി ഗ്യാസും, സിലിണ്ടറിൻ്റെ പകുതിയായിട്ട് ഗ്യാസും കൊടുക്കുന്നു. ഈ ഊളത്തരങ്ങൾ ആദ്യം മാറ്റണം, അല്ലാണ്ട് ശരിയാവില്ല. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ പുറത്തേക്കൊക്കെ പോയിട്ട് ഒരു ചായ കുടിക്കാനുള്ള ഏക ആശ്വാസമാണ് എവിടെയെങ്കിലും പോയിട്ട് റോഡ് സൈഡിലെ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കണം. ഒരു അറ്റ തട്ടുകട കാണുന്നില്ല. നമ്മളെ അവസ്ഥയൊന്നും ആലോചിക്കട്ടെ. കണ്ടമാനം ബാറുണ്ട്, പക്ഷേ ഒരു ചായ കുടിക്കണം എന്ന് വെച്ചാൽ അത് നടക്കുന്നില്ല.